എട്ടാമത് ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഉച്ചയ്ക്ക് 2-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ആം ആദ്മി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന 14 CAG റിപ്പോർട്ടുകൾ നാളെ നിയമസഭയിൽ വയ്ക്കും. വിവരങ്ങളുമായി ഗൗതം ഒപ്പം ചേരുന്നു. ഗൗതം, 27 വർഷങ്ങൾക്ക് ശേഷം, 2.5 പതിറ്റാണ്ടിന് ശേഷം BJP ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നു. ഒരു വനിതാ മുഖ്യമന്ത്രിയെ നിയോഗിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ നിന്ന് നടക്കുന്നു. ആദ്യ സമ്മേളനത്തിന്റെ തുടക്കം എങ്ങനെ? എട്ടാമത് നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് 11 മണിക്ക് തുടക്കമായിരിക്കുകയാണ്. മുഴുവൻ MLA-മാരുടെയും 70 MLA-മാരുടെയും സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്തയും ഒപ്പം 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എങ്കിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞ ഇന്നിപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് 2 മണിക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിജേന്ദർ ഗുപ്തയാകും ഈ ഡൽഹി നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുക. BJP വിജേന്ദർ ഗുപ്തയുടെ നോമിനേഷൻ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 48 MLA-മാരുള്ള BJP-യെ സംബന്ധിച്ചിടത്തോളം BJP നിശ്ചയിക്കുന്ന വ്യക്തി തന്നെ സ്പീക്കർ ആകുമെന്ന കാര്യത്തിലും തർക്കമില്ല. കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച് ഒരു ഘട്ടത്തിൽ ഈ നിയമസഭാ ഗാർഡുകൾ AAP സർക്കാരിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ വിജേന്ദർ ഗുപ്തയെ സഭയിൽ നിന്നും പുറത്തേക്ക് തള്ളി നീക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സഭയിൽ നിന്നും പുറത്താക്കിയ അതേ വിജേന്ദർ ഗുപ്ത തന്നെ കൂടുതൽ കരുത്തോടുകൂടി ആ സഭയുടെ നാഥനായി മാറുന്നുവെന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഘടകം കൂടി ഇതിനകത്തുണ്ട്. എന്തായാലും ഇപ്പോൾ MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. നാളെ CAG റിപ്പോർട്ടുകൾ വെക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. സാധാരണ ഗൗതം, ആം ആദ്മി പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെടുത്തുന്നു. മറുവശത്ത് രാഷ്ട്രീയമായ തുറന്നുകാട്ടൽ കൂടി വേണം. അതാണ് നാളെ സഭയിൽ വരാനിരിക്കുന്നത്, അല്ലേ? കൃഷ്ണരാജ്, നാളെയാണ് ഈ CAG റിപ്പോർട്ടുകൾ വെക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതാണ്ട് 14ഓളം റിപ്പോർട്ടുകളുണ്ട്. ആം ആദ്മി സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള ഡൽഹി മദ്യനയ അഴിമതി ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഒക്കെ ജയിലിൽ പോയത് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. അതേപ്പറ്റിയൊക്കെ പരാമർശിക്കുന്ന CAG റിപ്പോർട്ട് നിയമസഭയിൽ വെക്കാൻ കെജ്രിവാളിന്റെ സർക്കാരും അതീഷിയുടെ സർക്കാരും തയ്യാറായിരുന്നില്ല. ഈ CAG റിപ്പോർട്ടുകളാണ് നാളെ നിയമസഭയിൽ വയ്ക്കാൻ BJP സർക്കാർ തീരുമാനിച്ചത്. രേഖാ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമായിരുന്നു. അതിനാൽ ആം ആദ്മി സർക്കാരിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ CAG റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യുന്നത്. നാളെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നിയമസഭയിൽ സംസാരിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷമാകും ഒരുപക്ഷെ ഈ റിപ്പോർട്ടുകൾ വയ്ക്കുക. മറ്റന്നാൾ ഇത് സംബന്ധിച്ചുള്ള ചർച്ചയും ഡൽഹി നിയമസഭയിൽ ഉണ്ടാകും. 3 ദിവസത്തെ സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. എട്ടാമത് ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. നിയുക്ത MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 2-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.